ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. അപ്പോ നമ്മൾ കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ വിവിധ തരം കർമ്മങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. സാധാരണ പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ അതിനൊരു പരിഹാരം എന്ത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: കളക്റ്റീവ് റൈറ്റ് ആക്ഷൻ റെഡ്യൂസസ് ദ കാർമിക് ബർഡൻ ഓഫ് ആൾ. സർവപരതയിലൂന്നിയുള്ള കർമ്മലഘൂകരണം. കേവല കർമ്മതലം, ചിന്താകർമ്മതലം, സാമൂഹിക കർമ്മതലം, പൂർവജന്മ കർമ്മതലം ഇവയെല്ലാം വിരചൂണ്ടുന്നത് മനുഷ്യകുലത്തിന്റെ പരസ്പരാശ്രയത്വത്തിന്റെ പ്രാധാന്യത്തിലേക്കാണ്. പരസ്പരം ഇഴചേർന്ന് നിൽക്കേണ്ടതും ഏകതാളത്തിൽ ചരിക്കേണ്ടതുമായ ഒരു സമാജം ആശയങ്ങളും മനോവ്യാപാരങ്ങളും യുക്തികളും സങ്കേതങ്ങളും ഉപയോഗിച്ച് വിവിധങ്ങളായി നിന്നുകൊണ്ട് അനാവശ്യവും വിരുദ്ധങ്ങളും ആയ വിവിധ ജീവിത നിർദ്ധരണികൾ പുലർത്തുന്നതിലൂടെയാണ് ഏറിയ കർമാധിക്യങ്ങളും ഉണ്ടാകുന്നത്. വ്യക്തിപരതയിലൂന്നിയ ജീവിത സങ്കേതങ്ങളും ശൈലികളും ഉളവാക്കുന്ന കർമ്മഫലാഘാതങ്ങൾ മനുഷ്യകുലത്തെ മുഴുവനായും ബാധിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ലഭിച്ച ഈ ജന്മത്തിൽ നാം ഉളവാക്കിയ പ്രക്ഷുബ്ധതകൾ വരും തലമുറയ്ക്ക് കൂടി പകർന്നു കൊടുക്കാൻ കാരണമായേക്കാം. പരസ്പരം പങ്കിടലും കരുതലും ഇല്ലാതെ മനുഷ്യകുലം വംശനാശത്തിലേക്ക് നയിക്കപ്പെടും എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ആ കർമ്മഫലത്തെയാണ് കൂട്ടായ മുൻ കർമ്മത്തിലൂടെ ലഘൂകരിക്കാൻ ദർശനം നമ്മെ പ്രാപ്തമാക്കുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ വിഷയം: സർവപരതയിലൂന്നിയ കർമ്മലഘൂകരണം. ഒരുപക്ഷെ ഇത് ആധുനിക കാലത്തൊരു സ്വപ്നമാണ് എന്ന് പോലും നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ ഇതാണ് വഴി. കളക്റ്റീവ് റൈറ്റ് ആക്ഷൻ, സർവപരതയിലൂന്നിയ കർമ്മലഘൂകരണം. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം സംസാരിച്ച കേവല കർമ്മതലം, അതായത് എന്താണ് കർമ്മം എന്നുള്ള സംഭവം ഉണ്ടാവുന്നത്, കേവലാവസ്ഥയിൽ അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, ചിന്തയുടെ മണ്ഡലത്തിൽ അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, സാമൂഹിക കർമ്മതലത്തിൽ അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, പൂർവജന്മത്തില് എന്നുള്ള രീതിയിൽ അതെങ്ങനെയാണ് ഉണ്ടാവുന്നതൊക്കെ നമ്മൾ സംസാരിച്ചു. ഇതെല്ലാം പറയുമ്പോൾ അത് പ്രധാനമായിട്ടും കണക്ട് ചെയ്യുന്നത് എല്ലാ വസ്തുക്കളും പരസ്പരം ആശ്രയിച്ചു നിൽക്കുന്നു എന്നുള്ളതിന്റെ ആ ഒരു പ്രാധാന്യത്തിലാണ്. എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്, എല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. അപ്പൊ ഈ ഒരു ആശയത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ, ഇന്റർലിങ്ക്ഡ് ആണെന്നുള്ളത് നമ്മൾ അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനൊരു ലഘൂകരണം കൊണ്ടുവരാൻ കഴിയുള്ളൂ. പരസ്പരം ഇഴചേർന്ന് നിൽക്കേണ്ടതും ഏകതാളത്തിൽ ചരിക്കേണ്ടതുമായ ഒരു സമാജം, അതാണല്ലോ നമ്മുടെ ഭൗമമണ്ഡലത്തിലെ എല്ലാ ജീവജാലങ്ങളും തമ്മിലുള്ള പരസ്പരം എങ്ങനെയാണല്ലോ നിലനിൽക്കുന്നത്, അല്ലെ? പരസ്പരം ഇഴചേർന്നാണ്. അത് വെബ് ഓഫ് ലൈഫിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ അത് കൃത്യമായിട്ട് പിടികിട്ടും. വെബ് ഓഫ് ലൈഫില് എല്ലാ വസ്തുക്കളും തമ്മിൽ എന്ന് വെച്ചാൽ ഇപ്പോ ഒരു 2-3 മനുഷ്യര് ഒരിടത്ത് താമസിക്കുന്ന അവരെല്ലാം തമ്മിൽ നിന്നല്ല, ഒരു പ്രദേശത്തെ മുഴുവൻ ജീവജാലങ്ങളും ചരങ്ങളും അചരങ്ങളും എല്ലാം തമ്മിലുള്ള ഒരു പാരസ്പര്യം നിൽക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം ഇഴചേർന്ന് നിൽക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് നിൽക്കേണ്ടതാണെന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് കേട്ടോ. ഏകതാളത്തിൽ ചരിക്കേണ്ടതുമായ ഒരു സമാജം ആശയങ്ങളും മനോവ്യവഹാരങ്ങളും യുക്തികളും സങ്കേതങ്ങളും ഉപയോഗിച്ച് വിവിധങ്ങളായി നിന്നുകൊണ്ട് അനാവശ്യവും വിരുദ്ധവുമായ വിവിധ ജീവിത നിർദ്ധരണികൾ പുലർത്തുന്നതിലൂടെയാണ് ഏറെ കർമാധിക്യങ്ങളും ഉണ്ടാകുന്നത്. കർമ്മങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നീ പറയുന്ന രീതി ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ ധർമ്മത്തിനും വിരുദ്ധമായ ഒരു കാര്യം ഞാൻ എന്റെ സൗകര്യത്തിന് ചെയ്യുന്നു. അടുത്ത ആൾ ഇതിനോട് വിരുദ്ധമായി നിൽക്കണം, ഇതിൽ നിന്ന് വേർതിരിഞ്ഞ് നിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ വിരുദ്ധമായ മറ്റൊരു കാര്യം ചെയ്യുന്നു. ഏകതാളത്തിൽ പോകേണ്ടതാണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഒരു കാര്യം ചെയ്താൽ പോരെ, അത് ചെയ്യില്ല. പകരം വ്യക്തിപരതയിൽ ഊന്നിയിട്ട് ഓരോരുത്തരും ഓരോ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോ വ്യത്യസ്ത ആശയങ്ങൾ ഉണ്ടായി, വ്യത്യസ്ത മനോവ്യവഹാരങ്ങൾ ഉണ്ടായി, വ്യത്യസ്ത യുക്തികൾ ഉണ്ടായി. മാത്രമോ വ്യത്യസ്ത സങ്കേതങ്ങളുടെ ആപ്ലിക്കേഷൻ ലെവലിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അങ്ങനെ വിവിധങ്ങളായി നിന്നുകൊണ്ട് അനാവശ്യവും വിരുദ്ധവുമായ പലതരം ഫോർമുലകൾ, പലതരം ആൽഗോരിതങ്ങൾ ഉപയോഗിക്കുകയാണ്.
അനാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയിൽ ആ കാര്യം നടപ്പിലാകാൻ എന്താണോ വേണ്ടത് അതല്ലാത്തതാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. മാത്രമല്ല അത് കോൺഫ്ലിക്റ്റിംഗ് ആണ്. ഒരു വ്യക്തി ചെയ്യുന്നത്, ഒരു കുടുംബത്തിലെ തന്നെ ഒരു വ്യക്തി ചെയ്യുന്നതും മറ്റൊരു വ്യക്തി ചെയ്യുന്നതും കോൺഫ്ലിക്റ്റിംഗ് ആണ്. ഇങ്ങനെ യഥാർത്ഥത്തിലെ ധർമ്മം നടപ്പിലാക്കാനായിട്ട് നമ്മളെ ഒരു പ്രദേശത്ത് ഒരു രൂപത്തിൽ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും വിരുദ്ധമായ രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ വ്യക്തിപരതയിലൂന്നി ഓരോരുത്തരും വ്യത്യസ്ത രൂപത്തിൽ ചെയ്യുമ്പോഴാണ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഇത് ഏകതാളത്തിൽ ഏകദാനതയിൽ സംഭവിക്കേണ്ടതാണ്. അപ്പോ വ്യക്തിപരതയിൽ ഊന്നിയ ജീവിത സങ്കേതങ്ങളും ശൈലികളും ഉളവാക്കുന്ന കർമ്മഫല ആഘാതങ്ങൾ മനുഷ്യകുലത്തെ മുഴുവനായും ബാധിക്കുന്നു. മനുഷ്യകുലത്തെ മാത്രമല്ല, ജീവകുലത്തെ മുഴുവനായിട്ടും ബാധിക്കുന്നു എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ നമുക്ക് ലഭിച്ച ഈ ജന്മത്തിൽ നാം ഉളവാക്കിയ പ്രക്ഷുബ്ധതകൾ വരും തലമുറയ്ക്ക് കൂടി പകർന്നു കൊടുക്കാൻ കാരണമായേക്കാം. അത് നമ്മൾ നേരത്തെ സംസാരിച്ചാണ്. ഈ 900 കർമ്മഫലങ്ങൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, 900 കർമ്മങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കർമ്മഫലങ്ങൾ ഉളവാക്കുന്നതാണ്. ഇതാർക്കാ ചെന്ന് ചേരുന്നത്? നമുക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതലായിട്ട് കുറച്ചുകൂടെ മാഗ്നിഫൈ ചെയ്തിട്ട് അത് അടുത്ത തലമുറയിലേക്ക് അത് പകർന്നു കൊടുക്കും. പരസ്പരം പങ്കിടലും കരുതലും ഇല്ലാതെ മനുഷ്യകുലം വംശനാശത്തിലേക്ക് നയിക്കപ്പെടുന്നു പറയുന്നത് അതുകൊണ്ടാണ്. കുറച്ചു നാൾ കൂടെ പോയി കഴിഞ്ഞിട്ട് മനുഷ്യകുലം തന്നെ ഇല്ലാതാവും നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെ ആവുന്നതിന്റെ കാരണം തന്നെ ഈ പാരസ്പര്യം നഷ്ടപ്പെട്ട് വിസ്ഫോടനാത്മകമായിട്ട് ഒരു പടക്കം പൊട്ടുന്നതല്ല, പടക്കത്തിന്റെ ഘടകങ്ങളെല്ലാം പൊട്ടിത്തെറിച്ച് പലതായി പോകുന്നത് പോലെ നമ്മൾ ഈ ഏകദാനമായ ധർമ്മത്തിൽ നിന്നും മാറി വിവിധങ്ങളായ രീതിയിൽ വിസ്ഫോടനാത്മകമായിട്ടുള്ള കർമ്മങ്ങൾ വഴി ധർമ്മം മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ ധർമ്മം മറക്കലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്യുന്ന ഈ വ്യക്തിപരതയാണ് എന്നുള്ളതാണ്. അപ്പോ വ്യക്തിപരതയിലേക്ക് ഒന്നുന്ന സമയത്ത് സാമാജികമായുള്ള ധർമ്മം നഷ്ടപ്പെടുന്നു. സമാജത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള വ്യക്തിക്കുള്ള ധർമ്മം നഷ്ടപ്പെടുന്നു. എന്നിട്ട് വ്യക്തി അയാളുടെ ശാരീരിക ധർമ്മങ്ങൾ മാത്രം നിർവഹിക്കുകയും ആ സാമാജിക ധർമ്മത്തിന്റെ കാര്യത്തിൽ അയാൾ നേരെ വിരുദ്ധങ്ങളായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോരുത്തരും ചെയ്യുമ്പോൾ സാമാജികമായി തന്നെ വലിയൊരു കർമ്മഫലം ഉണ്ടാകുന്നു. അത് സാമൂഹിക കർമ്മതലത്തിലും മാറ്റം ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് മനുഷ്യകുലത്തെ മൊത്തത്തിൽ ഇത് ബാധിക്കുന്നത്. ഇങ്ങനെ പോയാൽ മനുഷ്യകുലം വംശനാശത്തിലേക്ക് ചെല്ലുമെന്ന് നമ്മൾ പറയാറുണ്ട്. ആ കർമ്മഫലത്തെ കൂട്ടായ മുൻകർമ്മത്തിലൂടെ ലഘൂകരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒളിമ്പസ് പറയുന്നത്. അവിടെയാണ് ഇക്കോ വില്ലേജ് പോലുള്ള സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി ലിവിംഗ് എന്നുള്ള ആ സിസ്റ്റത്തിന്റെയൊക്കെ പ്രാധാന്യം. ഏകമാനസമായി, ഏകദാനമായി, ഗോത്രാത്മകമായി നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കർമ്മങ്ങളെ നമ്മൾ ഏകമാക്കുന്നു, ധർമ്മങ്ങളെ ഏകമാക്കുന്നു. ധർമ്മങ്ങളെ ഏകമാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ധർമ്മങ്ങളെ ഏകമാക്കുന്നു എന്ന് ചാക്കേണ്ട കാര്യമില്ല, അത് അങ്ങനെയാണ്. ഏകമായിരിക്കുന്ന ആ ഐക്യമത്യത്തിലായിരിക്കുന്ന അല്ലെങ്കിൽ ഏകീകൃതമായിരിക്കുന്ന ധർമ്മത്തെ നമ്മൾ ഏകമായി അല്ലെങ്കിൽ ഒരുമിച്ച് നിർവഹിക്കുന്നു. ഒരുമിച്ച് നിർവഹിക്കുന്ന സമയത്ത് ഈ ധർമ്മം കർമ്മമായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് കർമ്മഭാരം, കർമ്മ ആധിക്യം അല്ലെങ്കിൽ അങ്ങനെ കർമ്മരണത തുടങ്ങിയ കാര്യങ്ങൾ നമ്മളെ ബാധിക്കാതെ അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ജനറലി സമൂഹത്തിന് ഉണ്ടാകുന്ന, സമാജത്തിന് ഉണ്ടാകുന്ന, വ്യക്തിക്ക് ഉണ്ടാകുന്ന കർമ്മഭാരം കുറയുന്നു എന്നാണ് ഒളിമ്പസ് അതിനെ നിരീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയും കൂടെയാണ് നമ്മൾ ഈ മുൻപോട്ട് വയ്ക്കുന്ന കൂട്ടായ ജീവിതം, കൂട്ടായ പ്രവർത്തനം എന്നുള്ളതൊക്കെ. പക്ഷേ ആധുനിക കാലത്ത് നമ്മൾ കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഈ 30-35 കൊല്ലത്തോളം ഇതിന് ശ്രമിച്ചിട്ട് നടക്കാതെ വരുന്ന സമയത്ത് ഇത് നടക്കാതെ പോകുമോ എന്ന ആശങ്കയും ഉണ്ട്. എന്താണെങ്കിലും ദിസ് ഈസ് ദ വേ. ഇതാണ് ഒളിമ്പസിന്റെ നിലപാട്. അപ്പോ നമ്മൾ ധർമ്മകർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു വന്ന ആ പരമ്പരയിൽ നമ്മൾ ഇന്ന് സംസാരിച്ചത് ഇതാണ്. സർവപരതയിൽ ഊന്നാതെ നിന്നാൽ, അല്ലെങ്കിൽ വ്യക്തിപരതയിൽ ഊന്നി നിന്നാൽ ഓരോന്നും അവരവരുടെ സൗകര്യത്തിന് കർമ്മങ്ങൾ ചെയ്യും. അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കർമ്മഭാരങ്ങൾ ഉണ്ടാക്കും. ഈ കർമ്മഭാരങ്ങൾ ലഘൂകരിക്കണമെങ്കിൽ ഏകീകൃതമായിട്ടുള്ള ഒരു നിലയും പ്രവർത്തനവും ഉണ്ടാവണം. അതിലൂടെ അത് ലഘൂകരിക്കാൻ കഴിയുള്ളൂ. അതിനെയാണ് ഒളിമ്പസ് പഠിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞു വന്നത്. ഈ ബോധ്യത്തില് നിങ്ങളുടെ കാർമ്മികമായ കാര്യങ്ങളിൽ ഏകീകൃതമായ ഭാവത്തിലേക്ക് മാറുന്നുണ്ടോ, അങ്ങനെ ഒരു നില നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കുക. അതുമായി അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് പോകാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.